ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ദോക്ല റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഗുജറാത്തി സ്നാക്കാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗുജറാത്തി സ്നാക്കാണ്. ആൻഡ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ദോക്ല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ദോക്ലയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. അപ്പോൾ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരിച്ചെടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അരിക്കാതെ എടുക്കാൻ പാടില്ല. അതിന് തൊട്ടും ഒരു തരി പോലും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം നീറ്റായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ, കാരണം പൊടി അരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പൊടിയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും കട്ടകളില്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ റവ ചേർക്കാൻ പോവാണ്. ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് സൂചി റവയാണ് കേട്ടോ. നമ്മൾ ഉപ്പാവിനൊക്കെ ഉപയോഗിക്കില്ലേ, ആ റവയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റവ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് എടുത്തറിയോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഏകദേശം 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലമാവിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നാൽ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിവിടെ 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 1/4 കപ്പിന് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നല്ല തിക്ക് ബാറ്റർ ആയിരിക്കണം, ഭയങ്കര ലൂസ് ആകാൻ പാടില്ല. തിക്ക് ബാറ്റർ ആയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ, നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ദോക്ല സ്പോഞ്ചി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം ഒന്ന് നല്ല ഒരു ബാറ്ററായിട്ട് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങനീരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിട്രിക് ആസിഡ് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങനീര് ചേർക്കുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും, അതിൽ കൂടുതൽ വേണ്ടേ. അതായത് ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് റവയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ദോക്ല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേക്ക് ടിൻ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈ കേക്ക് ടിൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീൽ പാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ഉണ്ടാവുമല്ലോ, അത്യാവശ്യം വലിയ സൈസിൽ, അതിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം കുഴിയുള്ള സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ഈ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്ലേറ്റ് ആയാലും മതിയേ. അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രം ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുക്കറിനകത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏത് പാത്രത്തിനകത്തും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അവിടെ തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ആ സമയം കൊണ്ട് നമ്മുടെ ബാറ്ററി ഞാൻ നോക്കിയപ്പം നന്നായിട്ട് ഇത് റവയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇഞ്ചി പച്ചമുളക് ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഈനോ സോൾട്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വെച്ചും ചെയ്യാൻ പറ്റും. ഈനോ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇൻസ്റ്റൻറ്റ് ദോക്ല ആയതുകൊണ്ട് ഈനോ ചേർക്കുന്നത് മാത്രം. ഇതില്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇതുവരെ എപ്പോഴും ഉണ്ടാക്കിക്കുന്നത് ഈനോ സോൾട്ട് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇത് ഫ്ലേവർലെസ് ആണ്, ഒരു ഫ്ലേവറും ഉണ്ടാവാൻ പാടില്ല. ഇതിൽ പല ഫ്ലേവേഴ്സും വരുമല്ലോ, അതൊന്നും വേണ്ട കേട്ടോ. സാധാരണ റെഗുലർ ഈനോ ഉണ്ടല്ലോ, അത് മതിയേ. എന്നിട്ട് ഒരു ഫുൾ സാഷ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ഡൈല്യൂട്ട് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിലായിരിക്കണേ. ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആവാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. പക്ഷേ 2 ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. ഒറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന മൊത്തം ഒരു ഡയറക്ഷനിൽ മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഇതാ ഇപ്പോൾ നല്ല ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് സൈസ്. പിന്നെ അതേപോലെ ഈനോ ചേർത്തതിന് ശേഷം അധികം സമയം ബീറ്റ് ചെയ്യരുത്. ഒരു 15 സെക്കൻഡ്സ് അതിൽ കൂടുതലൊന്നും ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അത് നമ്മുടെ കേക്ക് ട്രേയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏത് മോളിലാണോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിലേക്ക് മാറ്റണം. ഉടനെ തന്നെ മാറ്റണം, അധികം സമയം പുറത്ത് വെക്കാൻ പാടില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ബബിളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മുടെ സ്റ്റീമറിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റീമറിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് മിനിമം ഒരു 15 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം. എന്നിട്ട് വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഫോർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അതുപോലെ മാവ് ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് പെർഫെക്റ്റ് ആണ്, വെന്തിട്ടുള്ളത് പെർഫെക്റ്റ് ആയി എന്നുള്ളത്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കാം. സൈഡ് ജസ്റ്റ് ഒന്ന് നൈഫ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഡിമോൾഡ് ആക്കി കിട്ടിക്കോളും. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോക്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിത് സാധാരണ കടകളിലാണെങ്കിൽ നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടും, കാരണം ആ ഒരു സ്ക്വയർ ട്രെയിലൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ വീട്ടിലാവുമ്പോൾ ഉള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സിറപ്പ് റെഡിയാക്കി എടുക്കണം. സിറപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ക്കാണ് അത്. തട്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കടുക് വറുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതും കൂടി ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ദോക്ല കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ, കാരണം ആ തട്ക്കാൽ ഉണ്ടാവുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പം അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഇത് സ്പോഞ്ചി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഉണ്ടെന്നുള്ളത്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് അമുങ്ങി പോകുന്നില്ല, കണ്ടില്ലേ, പകരം ബൗൺസ് ബാക്ക് ചെയ്യാണ്. അപ്പോൾ അത്രത്തോളം സ്പോഞ്ചിയാണിത്. ഇനി നല്ല ജ്യൂസി ആക്കി എടുക്കണ്ടേ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ജ്യൂസി ആക്കി എടുക്കാനായിട്ട് നമുക്ക് തട്ക്ക റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. കടുക് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ സിമ്മിൽ വെക്കണം, കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ. 1 കപ്പ് മാവാണ് എടുത്തേക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം വേണം. സെയിം അളവിൽ വെള്ളം എടുക്കാം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇളം ചൂടുള്ള സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പകുതി ചൂടുള്ള സമയത്ത് നമുക്കിത് ദോക്ലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കല്ലേ, നല്ല ചൂടോടുകൂടി ഒഴിച്ചെടുക്കരുത്, കുറച്ചൊന്ന് ചൂട് കുറയട്ടെ. പിന്നെ അതേപോലെ നമ്മൾ ഈ പച്ചമുളകും കരിവേപ്പില ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ, എല്ലാം വേണം. പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ദേഹത്തേക്ക് തെറിക്കും. അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ദോക്ലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, കാരണം നല്ല സ്പോഞ്ചായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നനയണം അത്. പിന്നെ അതേപോലെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, ആ ഒരു കപ്പിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും പച്ച തേങ്ങയില്ലേ, നമ്മൾ തേങ്ങ ചിരകിയത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ദോക്ല റെഡി ആയിട്ടുണ്ട്. അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ദോക്ലയാണ്. നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് ഇത് ചട്നിയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടം, കെച്ചപ്പിനോട് കഴിക്കാൻ ഇഷ്ടം, ഇങ്ങനെ ജ്യൂസി ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ കടുക് വറുത്ത് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഹണിമൂണിന് ജയ്പൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു ബേക്കറിന്നാണ് ഈ ദോക്ല കഴിക്കുന്നത്. അതുവരെ എനിക്ക് ദോക്ല എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഒരു തവണ കഴിച്ചതിന് ശേഷം എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ മോൾക്കടക്കം എല്ലാവർക്കും ഈ ഐറ്റം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.